അപ്പോൾ എന്ത് ചൂടാണല്ലോ ഇപ്പം. നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പോയ, വീട്ടിൽ ഇരിക്കാൻ പോയ, മൊത്തത്തിൽ ചൂട് 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 ചൂട്. ഈ ചൂടത്തും മനസ്സും വയറും നിറയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനെ ഞാനിവിടെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ റേഷനരിയാണ് കേട്ടോ. ഈ റേഷനരി കൊണ്ട് നമുക്കിന്ന് നല്ല അടിപൊളി വയറൊക്കെ തണുക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാക്കിയാലോ. കിടുക്കാച്ചാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്ക്, ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാലോ നമുക്ക്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ 250 ml ഒരു കപ്പിൽ നമ്മൾ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 4 വെള്ളത്തിൽ നല്ല വൃത്തിയാണോ ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമ്മളൊരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1 സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അരി നമ്മൾ 3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇട്ട് വെച്ചേക്കാം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ചോറൊന്ന് നല്ല വെള്ളയാക്കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി ചേർക്കുന്നത് നല്ലതാണ് വെള്ളത്തിനകത്തോട്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി ഈ വെള്ളം അങ്ങ് കളയാം. ഇനി അടുത്ത് നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഈ ഒരു കപ്പിനാണ് നമ്മൾ അരി എടുത്തേക്കുന്നത്. ഇതിന് നമുക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. നമുക്ക് ഈ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിനകത്തിട്ടിട്ട് ഒരു ഫിസിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ട് 2 ഫിസിലും നല്ല കുക്കർ തുറന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അരമുറി സവാള പൊടിയായിട്ട് അരിഞ്ഞാണ് അത് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 കപ്പോളം തൈര് ഇട്ട് കൊടുക്കുക. നല്ല പുളിയില്ലാത്ത തൈരൊക്കെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ചോറിന് ചൂട് കാണും, നോക്കി വേണം ചെയ്യാൻ. ഈ ഉപ്പ് വേണ്ടവർ ഉപ്പിടുക. എന്നിട്ട് ഇതിന് വേറെ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഞാൻ പഴഞ്ചോറ് പോലെ കഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം. എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത്, ഈ വെള്ളത്തിന് പോലെ നിങ്ങൾക്ക് പാല് പാല് ചേർക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ഒന്ന് അറിയിക്കണേ, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും വരാം.